ഏറ്റവും പുതിയതായിട്ട് കുറച്ച് പഴക്കമുണ്ട്, എന്നാലും ഏറ്റവും കൂടുതലായിട്ട് ബാക്ക് ഭാഗം ഫ്രീ ആകുന്ന ഒരു പരിപാടി ഇപ്പൊ വരുന്നുണ്ട്. പിൻഭാഗം ഇതൊക്കെ മനുഷ്യന്മാർ കാണണമല്ലോ. അവരെങ്ങനെയോ നടന്നോട്ടെ, നടക്കണോലെങ്ങനെയോ നടന്നോട്ടെ, പക്ഷെ വേറുള്ളവര് കാണണമല്ലോ. നമ്മളൊന്ന് ആലോചിച്ചു. ബാക്ക് ഭാഗം ഓപ്പൺ. എന്താ പറയാൻ പോലും വയ്യ. എന്തൊരു വഷളത്തരം. അത് കാണുമ്പോൾ ഉള്ള ഒരു പൊറുതിയേട്. ഞാന് ഇപ്പൊ അടുത്ത് നമ്മുടെ കോട്ടക്കൽ സീനത്ത് ടെക്സ്റ്റൈൽസിൽ പോയി. സീനത്ത് ടെക്സ്റ്റൈൽസിലെ ലേബറേഴ്സിന് ഒരു ക്ലാസ് ഉണ്ടായി. ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോ അവിടെ അതിന്റെ മുതലാളി എന്നോട് പറഞ്ഞു, ഇന്നത്തെ ഈ ഡ്രസ്സിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞ് ഈ പാൻസ് എടുത്ത് കാണിച്ചു. ഇതിന്റെ ഒരവസ്ഥ, അതുകൊണ്ട് ഇത് കൊടുക്കണ്ടെന്നാ തീരുമാനം. ഇത് കൊടുത്തിട്ടുള്ള കാശ് വേണ്ട. നല്ല മനുഷ്യനാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തോ ഒരവസ്ഥ. ഇതൊക്കെ മനുഷ്യന്മാര് കണ്ടു മടുക്കണല്ലോ. തുണി ഉടുക്കാത്ത ഒരു ഫാഷൻ, തീരെ ഉടുക്കാത്തൊരു ഫാഷൻ വന്നാൽ നമ്മളെ കുട്ടികളെ ഇറങ്ങും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ വേറുള്ളവര് കണ്ണ് ചിമ്മ, വേറൊരു മാർഗം ഉണ്ടാവില്ല. ഫാഷൻ ഒപ്പിച്ചേ നീങ്ങൂ, ഫാഷൻ ഒത്തേ മുന്നോട്ട് പോകൂ. അതെന്തായാലും ഇത് വഷളത്തരാണോ, ഇത് ബോറൻ ശൈലിയാണോ, ഇതൊന്നും ആലോചിക്കാൻ സമയമല്ല. എന്ത് കാട്ടിക്കൂട്ടിയാലും അപ്പടി അതങ്ങോട്ട് ഏറ്റെടുക്കാൻ. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, റോട്ടിലേക്ക് ഇറങ്ങിയാൽ കാണാൻ കുറെ ആളുകൾ തല ഫുട്ബോൾ രൂപത്തിലാക്കി വെച്ച, തല വെട്ടിയിട്ട് ഫുട്ബോൾ രൂപത്തിൽ. ചില വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോ മന്ത്രി ചൂതാൻ കൊണ്ടുവരും കുട്ടികളെ. അപ്പൊ തല ഇങ്ങനെ കാണുമ്പോ എന്ത് ഓതി അതുപോലെ ഊതേണ്ടതെന്നൊരു പിടുത്തം കിട്ടൂല. ആ തലന്റെ കോലം കണ്ട എന്താ അതുപോലെ ഓതി ഊതേണ്ടത്, ഒരു പിടുത്തവും കിട്ടൂല. ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വാപ്പയും ഉമ്മയും ഒക്കെ എങ്ങോട്ടാണ് ഈ കുട്ടികളെ കൊണ്ടുപോണത്? ചിന്തിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്ക് ചിന്തിക്കണം. ആഖിറം എന്ന് പറഞ്ഞത്, പരലോകം എന്ന് പറഞ്ഞത് കുട്ടിക്കളിയല്ല. ഇന്നു കണ്ണു ചിമ്മിയാൽ നാളെ മുമ്പിൽ വരാനുള്ള പച്ചയായ പല്ലിളിക്കുന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒന്ന് ഉണർന്ന് ചിന്തിച്ചില്ലെങ്കിൽ സംഗതി അപകടമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് നബിതങ്ങൾ നിരന്തരമായി ദുആ ചെയ്യുന്ന കാരണം കൊണ്ട് വഖിനാ അദാബന്നാർ, നരകശിക്ഷ ഞങ്ങളെ തൊട്ട് കാക്കണേ എന്ന് നബിതങ്ങളുടെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നതുകൊണ്ട് തൽക്കാലം ഇനി അത് കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജമാഅത്ത് നിസ്കാരത്തിന് വരാതെയായി. ചരിത്രത്തിൽ കാണാം. നബിതങ്ങൾ ഇദ്ദേഹത്തെ കാണാനില്ലാതെയായപ്പോ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ, തങ്ങൾ നരകത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നതും നരകത്തെപ്പറ്റി നടത്തുന്ന പ്രാർത്ഥനയും ഇതൊന്നും ഈ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ല. നരകത്തെക്കുറിച്ച് തങ്ങൾ കൊടുത്ത ക്ലാസ് കേട്ട് പേടിച്ച് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. തങ്ങളെ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ നരകത്തെപ്പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം വല്ലാതെ പേടിച്ചു പോയല്ലേ, ഞാൻ നാളെ വരാം അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ എന്ന് നിങ്ങൾ പറയണം. കൂട്ടുകാർ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പം പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്ത ആ വഴിക്കാ പായുന്നത്. പടച്ചോനെ, നാളെ ഹബീബ് വരും രാവിലെ എന്റെ വീട്ടിലേക്ക്. എന്തിനാ വരുന്നത്? നരകത്തെ തൊട്ട് എന്നെ സമാധാനിപ്പിക്കാൻ. ഭീകരമായ നരകത്തെ തൊട്ട് എന്നെ സമാധാനിപ്പിക്കാൻ എങ്ങനെയാ കഴിയാ? ഞാൻ വല്ലാതെ പേടിച്ചു പോയല്ലോ. പിന്നെ അയാളുടെ ചിന്ത ആ വഴിക്കാണ്. നാളെ ഹബീബ് വരുന്ന കാര്യം എന്തിനാന്ന് ചിന്തിക്കുമ്പോഴേക്ക് നരകത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു. അതും ഒരു അസ്വസ്ഥതയായി. പിറ്റേന്ന് രാവിലെ മുത്തുനബി കടന്നു വരുന്നു. മുത്തുനബി തങ്ങൾ ഇങ്ങ് കടന്നു വരുമ്പോ ആ സന്തോഷത്തിൽ ഇദ്ദേഹം ഓടിയങ്ങ് ചെന്നു. മുറ്റത്ത് ചെന്ന് മുത്തുനബിയെ അണച്ചുകൂട്ടി ഇങ്ങ് പിടിച്ചു, ആലിംഗനം ചെയ്തു, മുറുക്കി പിടിച്ചു ആ ശരീരത്തിൽ. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ അമാനൽ അമാൻ, യാ റസൂലല്ലാഹ് അൽ അമാനൽ അമാൻ, നബിയെ, ഈ പാവത്തെ ഒന്ന് രക്ഷിച്ചു തരണേ.
ഈ പാവത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ, നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പിടുത്തം മുറുകിയ കൈകൾ പതുക്കെ പതുക്കെ അങ്ങനെ അയഞ്ഞു. അതാ ശരീരമങ്ങ് കുഴഞ്ഞു, അയാളങ്ങ് വീണുപോയി. കത് ഖർറ മയ്യിതാ, ആള് മരിച്ചു വീണു. അല്ലാഹുവിന്റെ റസൂല് നേരെ കുനിഞ്ഞു നിന്നിട്ട് അയാളുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചു നോക്കി. ആ സമയത്ത് ലാ യതഹറകു വലാ യതനഫസ്, ശ്വസിക്കുന്നില്ല, ഒരു ചലനവുമില്ല. മിടിപ്പ്, ഹൃദയമിടിപ്പ് അവസാനിച്ചിരിക്കുന്നു. മുത്തുനബി പറഞ്ഞു, ജഹിസൂ സാഹിബകും ഫഇന്നൽ ഫറഖ മിനന്നാരി ഖദ് ഫലദ കബിദ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ കൂട്ടുകാരനെ വേഗം മയ്യത്ത് സംസ്കരിക്കാൻ നോക്ക്, കുളിപ്പിക്ക്, കഫൻ ചെയ്യ്, നിസ്കരിക്ക്, വേഗം മറമാടുക. ഇയാള് മരിച്ചുപോയിരിക്കുന്നു. നരകത്തെക്കുറിച്ചുള്ള ഭയം ഇയാളുടെ കരള് മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഓഹോ, അറ്റാക്കാണ് സംഭവിച്ചത്, മരണകാരണം അറ്റാക്കാണ്. അറ്റാക്കിന്റെ കാരണം എന്താണ്? നരകത്തെക്കുറിച്ച് ഓർത്തതാണ്. നരകത്തെക്കുറിച്ച് ഓർത്തിട്ട് ഈ മനുഷ്യൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു കുലുക്കമുണ്ടോ? അല്ലെ? ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ചെറിയ ഞെട്ടലെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. നരകം എന്നത് വല്ലാത്തൊരു ലോകമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.